കടന്നുവരിക്കുന്ന സഹോദരി സഹോദരന്മാരെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു രാത്രിയുടെ നമുക്ക് ദൈവജനത്തിന്റെ മുമ്പിലായിരിക്കാൻ കർത്താവായ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. പരിമിതികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ കഴിവിന് പരിമിതിയുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ജീവിതത്തില് ധനകാര്യങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. ഇങ്ങനെയൊക്കെ പരിമിതികൾ ഉള്ളപ്പോൾ ഈ പരിമിതികൾക്ക് അപ്പുറത്തായി ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പരിമിതികളേക്കാൾ വലുതായി ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ചതിന് ഒത്തവണ്ണം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും ചിന്തിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതായത് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്റെ കഴിവ് കൊണ്ടല്ല എന്ന് വിശ്വാസമുള്ള ദൈവത്തിന്റെ മക്കൾ കിടക്കക്കരികിൽ മുട്ടുകുത്തി ഒരു നിമിഷം പ്രാർത്ഥിച്ച് കുറെ സ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിച്ചിട്ട് വേണം ഈ രാത്രി വിശ്രമിപ്പാൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ങും കരങ്ങളുണ്ട്, എന്റെയുള്ളം പതറേണ്ട. താങ്ങും കരങ്ങളുണ്ട്, എന്റെയുള്ളം പതറേണ്ട. ശാശ്വത പാരേശു ഒരു ജീവൻ പകർന്നിടും. ശാശ്വത പാരേശു ഒരു ജീവൻ പകർന്നിടും. ദൈവത്തെ സ്വന്തം പറയാം. ഇപ്പൊ രാത്രി കാലത്ത് 50 നിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം ദയവായി വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 8-9 വാക്യങ്ങൾ ചേർന്ന് വായിച്ചാൽ പരിശുദ്ധ മത്തായി ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ടി എടുത്തുവെന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ? ദൈവത്തിന് അല്പവിശ്വാസികളെ, ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലല്ലോ. ഇപ്പൊ രാത്രികാലം ഓർക്കണം, ഈ വചനം ധ്യാനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അതിന്റെ ഇടത്തെ പേജിലേക്ക് ശ്രദ്ധിച്ചാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ നമുക്ക് ഒരു കാര്യം കാണാം. അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട് ദൈവത്തിന് സ്തോത്രം. 24-ാം വാക്യം, 14-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞു. അടുത്ത വാക്കൂടെ, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുകയും ഞാൻ ആകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്കയച്ച കർത്താവ് അവരോടൊപ്പം പോയില്ല. ചില സമയങ്ങളിൽ നേരിടുന്ന പരീക്ഷാഘട്ടങ്ങളിൽ ഉടനെ അവന്റെ സാന്നിധ്യം വെളിപ്പെട്ടില്ലെന്ന് വരാം. പക്ഷെ ഓർക്കുക, എന്നേക്കുമായി വെളിപ്പെടാതിരിക്കത്തില്ല. നിന്റെ പ്രയാസത്തിന്റെ ആ മധ്യത്തിൽ സർവശക്തനായ ദൈവം അടുത്തു വരും. അവൻ അടുത്തു വന്നതിന് കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താതിരിക്കത്തില്ല. പക്ഷേ യേശുവിനെ ഇത്ര പരിചയമുള്ള ശിഷ്യന്മാര് 4-ാം യാമത്തിൽ കടലിന്റെ
പറയാനുള്ള ചിന്ത അവരിൽ നിന്ന് പോയി. അവര് പറഞ്ഞു ഇതൊരു ഭൂതമായിരിക്കാം. നോക്കുക, യേശുവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു ആരാണെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. കൊലോസ്യ ലേഖനത്തിൽ അവനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇന്ന് രാത്രി എത്ര മണിക്കൂർ നിന്ന് വേണമെങ്കിലും ഈ വചനം ധ്യാനിക്കാൻ കഴിയും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമാകത്തായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനാണ് യേശു. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവനാണ്. അവൻ സർവത്തിന്റെയും ആധാരമായവനാണ്. നമ്മുടെ കർത്താവിനെ ഏതെങ്കിലും ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒതുക്കി നിർത്താൻ ആരും ശ്രമിക്കേണ്ട. നമ്മുടെ ദൈവം അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് സന്തോഷമുള്ള ദൈവത്തെ സ്തുതിക്കണം. ഭൂതത്തെക്കുറിച്ചും പിശാചിനെ കുറിച്ചും പറയുമ്പോൾ സഭകളിൽ സ്തോത്രം വർദ്ധിക്കാറുണ്ട്. എന്നാൽ യേശുവിന്റെ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ, യേശുവിന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുമ്പോൾ, യേശുവിന്റെ വിശുദ്ധിയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് സഭകളിൽ സ്തോത്രം വർദ്ധിക്കുന്നില്ല? ഓർക്കുക, സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കാൻ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ തയ്യാറായിരിക്കണമെന്ന് ദൈവനാമത്തിന് അപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നവരല്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടെങ്കിൽ എന്റെ പേര് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിനെനിക്ക് സന്തോഷമുണ്ടെന്ന് അഭിപ്രായമുള്ളവർ കൈകളിലെത്തി ഉറക്കെ അങ്ങനെയാണ് നമ്മുടെ ദൈവം. അതിനെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് കാര്യം പറയാൻ. എനിക്ക് എന്റെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് യേശുവിന്റെ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, ദൈവത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. അതുപോലെ സന്തോഷമുള്ളൊരു കാര്യം ഇല്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നേതാവ്, നാം സേവിക്കുന്ന കർത്താവ് പരാജയപ്പെട്ട ഒരുവനല്ല, അവൻ വിജയിച്ചവനാണ്. അതുകൊണ്ട് ഏതൊരു സ്ഥലത്തും പരസ്യ സ്ഥലത്തും എന്റെ യേശുവിനെ കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമ്മുടെ മനസ്സ് ബലപ്പെടണം. സ്തോത്രം. എന്റെ യേശു അത്ര വലിയവനാണ്. ലോകത്തിലൊക്കെ സൗഖ്യം തരുന്നവനാണ്. പ്രതികൂലങ്ങളിൽ സഹായിക്കുന്നവനാണ്. കണ്ണുനീർ തൂകുന്നവരെ കണ്ണുനീർ ഒപ്പുന്നവനാണ്. തൊട്ട് സുഖപ്പെടുന്നവനാണ്. മാനസികമായും ശാരീരികമായും ബലപ്പെടുത്തുന്നവനാണ് യേശു. യേശുവിനെ അറിഞ്ഞ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിനെ തിരിച്ചറിയണം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. രണ്ടാമത് ആദ്യം വായിച്ച വേദഭാഗം ഒന്ന് വായിക്കാം. വാചകം 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട നിറച്ചെടുത്തു? അടുത്തത് 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് കർത്താവിന്റെ കൂടെ ഉണ്ട്. പോകുന്ന കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവ് എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. ശിഷ്യന്മാരുടെ ചിന്ത ഉടനെ പോയത് എങ്ങോട്ടാണെന്നറിയാം? കഴിഞ്ഞ ദിവസം കിട്ടിയ അപ്പത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. അവര് പറഞ്ഞു, അപ്പം എടുക്കാൻ മറന്നുപോയത് കൊണ്ടായിരിക്കാം കർത്താവ് അങ്ങനെ പറയുന്നത്. ഒരു കാര്യം ദൈവം പറയുമ്പോൾ പല കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു കർത്താവ് എന്താണ് ഇപ്പൊ ഉദ്ദേശിച്ചത്? യേശു കർത്താവ് അപ്പത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പരീശന്മാരുടെ ദുഷിച്ചതായ ഉപദേശത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ ചിന്തിച്ചു, അപ്പം കൊണ്ടുവരാഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. അതിന് കർത്താവ് അവരെ പ്രൂഫ് ചെയ്യുക. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, 4 അപ്പം കൊണ്ട് 7000 പേരെയും പോഷിപ്പിച്ചു. നിങ്ങൾ ഓർക്കണം, അധികം കൊണ്ടും അല്പം കൊണ്ടും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ സംഭവങ്ങൾ തെളിയിച്ചതാണ്.
എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. അധികം കൊണ്ടും അല്പം കൊണ്ടും ആവശ്യങ്ങൾ നടത്തി തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ വന്നിരുന്ന മൗനമായിട്ട് ഇറങ്ങി പോകരുത്. ഒരാരാധന വെളിപ്പെട്ട് ശക്തമായ ഒരു വിടുതൽ പ്രാപിച്ച ശേഷമേ ദൈവമക്കൾ ഇതിനകത്ത് പോകാവൂ. നാം വന്നിരിക്കുന്ന സമയം മെനക്കെടുത്താൻ വേണ്ടിയല്ല, സമയത്തിനപ്പുറത്തുള്ള നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവാൻ വേണ്ടിയാണ്. കുറഞ്ഞ അനുഭവങ്ങൾ കൊണ്ടും കൂടിയ അനുഭവങ്ങൾ കൊണ്ടും എന്റെ കാര്യങ്ങൾ ദൈവം അത്ഭുതമായി നടത്തി തന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. അതൊന്ന് ഓർത്താ മതി. ഈ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്, ദൈവം എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ദൈവം എന്നെ എല്ലാവരുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മകനെ ഭയപ്പെടേണ്ട, മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ കാണുമെന്ന് അനേക പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയിലുള്ള ജീവിതങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ച വചനങ്ങൾക്കായി, ആലോചനകൾക്കായി ദൈവത്തെ ദൈവജനം സ്തുതിക്കട്ടെ. അപ്പോൾ കർത്താവിനെ തിരിച്ചറിയണം. 2, അവൻ ചെയ്ത അത്ഭുതങ്ങളെ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. 3ാമത്തെ കാര്യത്തിലേക്ക് തിരിയാം. യിരെമ്യാപ്രവചനം 23-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ദയവായി വായിച്ചാട്ടെ. 23:8. ഇസ്രായേൽ ഗൃഹത്തിന്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന 23:8 വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേൽ ഗൃഹത്തിന്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർക്ക് അങ്ങനെ സ്വന്തമായി 23-ാം അധ്യായത്തിൽ 28 വായിക്കാം ദയവായി. ക്ഷമിക്കണം, 28. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം എങ്ങനെ പ്രസംഗിക്കണം? വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. വചന ശുശ്രൂഷയ്ക്ക് കൃപ ലഭിക്കപ്പെട്ടവർ ദൈവവചനം ധ്യാനിച്ച് പൊതുവിൽ പ്രസ്താവിക്കുവാൻ കൃപ ലഭിക്കപ്പെട്ടവർ വിശ്വസ്തയോടെ പ്രസ്താവിക്കണം. അടുത്ത ഭാഗം കൂടെ വായിക്കാം. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ? അതാ ചിന്ത മതി. സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ വൈക്കോല. ദൈവത്തിന്റെ വചനം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും യഹോവയുടെ വചനത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരിക്കലും മാഞ്ഞു പോകത്തില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവവചനത്തെ വല്ലതും പ്രാപിച്ചു പോവുകയാണെങ്കിൽ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനം കണ്ടെത്തി ഭക്ഷിച്ച് ബലത്തോടെ പോകാൻ ദൈവമക്കൾ ഇടയാകണം. ഭക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്മരിച്ചാട്ടെ. അതുകൊണ്ട് ഗോതമ്പേത വൈക്കോലേത എന്ന് തമ്മിൽ തിരിച്ചറിയണം. അപ്പോൾ 1, യേശുവിനെ തിരിച്ചറിയുക. 2, യേശു ചെയ്ത അത്ഭുതങ്ങളെ തിരിച്ചറിയുക. 3, ദൈവത്തിന്റെ വചനം തിരിച്ചറിയുക. ദൈവത്തിന്റെ വചനം ദൈവവചനം തിരിച്ചറിയുന്നില്ലെങ്കിൽ സകലതും തെറ്റിപ്പോകും. എന്തുകൊണ്ട്? ശുദ്ധീകരണത്തിന് 3 ഉപാധിയാണ് ദൈവവചനം വെച്ചിരിക്കുന്നത്. 1, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. 2, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. 3, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ
നിങ്ങളിപ്പോൾ ആരായിരിക്കുന്നു? ശുദ്ധിയുള്ളവരായിരിക്കും. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഈ മരുഭൂമി യാത്രയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്പം കറയോ പൊടിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലെ യോഗത്തിൽ വന്നിരുന്ന് ദൈവവചനം കേട്ട് ദൈവവചനത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഒരു വലിയ വിടുതൽ പ്രാപിച്ചിട്ട് വേണം ദൈവമക്കൾ കടന്നു പോകാൻ. അന്തമില്ലാത്ത വംശാവലിയും കിഴവി കഥകളും കേട്ട് കൺവെൻഷൻ പ്രസംഗങ്ങൾ മുഖരിതമാകുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് ആവശ്യമായിരിക്കുന്നത് സ്വർഗത്തിലേക്കും സ്ഥിരമാക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനമാണ്. ആ വചനം പിന്നെ ജീവിപ്പിക്കുന്നതാണ്. ആ വചനം തേനിലും ചെങ്കട്ടയിലും മധുരമുള്ളതായ ദൈവത്തിന്റെ വചനമാണ്. മാത്രം അപ്പോൾ വചനത്തെ തിരിച്ചറിയണം. വചനമെന്ന് പറഞ്ഞാൽ ആരാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത്. അതാരാണ്? സാക്ഷാൽ വചനം നമ്മുടെ കർത്താവ് തന്നെയാണ്. വചനം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ അംഗീകരിക്കുക. രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കത്വം വിശദമായ വിവരങ്ങൾ പുറകിലേക്ക് ചിന്തിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു വാക്യം നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താട്ട് 13-ാം അധ്യായം 8-ാം വാക്യവും 12-ാം വാക്യവും ദയവായി വായിക്കണം. ന്യായാധിപന്മാർ ദൈവത്തിന് സ്തോത്രം 8-ാം അധ്യായം 13-ാം അധ്യായം 8-ഉം 12-ഉം വാക്യം. മതി. ദൈവത്തിന് സ്തോത്രം. എന്ന രീതിയിൽ ചില കാര്യമായിട്ട് ശ്രദ്ധിക്കണം. മനോഹ പറയുകയാണ്, ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഉപദേശിച്ചു തരയണം. മക്കളില്ലാതിരുന്ന ആ വൃദ്ധ ദമ്പതികൾക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി ആ സ്ത്രീയോട് സംസാരിച്ചു, ഒരു മകനെ തരാമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. അവളോട് കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് പല കാര്യങ്ങൾ ആലോചന നൽകി. ഭർത്താവ് ഇല്ലാതിരുന്നത് കൊണ്ട് വീണ്ടും ഒരു ആവശ്യം കൂടെ അവൾക്ക് ദൂതൻ പ്രത്യക്ഷനായി. അപ്പോൾ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വന്ന്, എനിക്ക് ആദ്യം കണ്ട ദൂതൻ ഇപ്പോഴും വന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. മാലാഖ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈ സ്ത്രീയോട് സംസാരിച്ചവൻ നീയോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജനിപ്പാനിരിക്കുന്ന ആ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ എങ്ങനെ അതിനെ വളർത്തണമെന്ന് ഉള്ള ആലോചന ഒരിക്കൽ കൂടെ അറിയിക്കണം. ശ്രദ്ധിക്കണമേ. അവിശ്വാസത്തിന്റെ ഒരു വാക്കുപോലും മനോഹ പറഞ്ഞില്ല. ദൈവത്തിന്റെ ദൂതായി സ്വീകരിക്കുകയായിരുന്നു. ദൈവ ശബ്ദം അതുപോലെ സ്വീകരിക്കുകയായിരുന്നു. ദൈവവൈദ്യരെ അയ്യോ ഇനി ഉണ്ടാകുമോ ഉണ്ടാകത്തില്ലയോ എന്നൊന്നുമല്ല ചിന്ത. മാലാഖ വന്നു ഭാര്യയോട് പറഞ്ഞത് അവനങ്ങ് വിശ്വസിച്ചു. അവൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾ എങ്ങനെ വളർത്തണമെന്നുള്ള ആ വളർത്തലിനെ കുറിച്ചുള്ള നിർദ്ദേശം ഒന്നുകൂടെ ഒന്ന് പറയണം. മനസ്സിലാവണ്ടോ ഞാൻ പറയുന്നത്? രാത്രി ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ മകനെ എന്നോടും നിങ്ങളോടും ദൈവത്തിന് ആലോചനയുണ്ട്. നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുണ്ട്. പലപ്പോഴും ദൈവത്തിന്റെ ആലോചന ദൈവം നിന്നോട് അറിയിച്ചിട്ടും ഇപ്പോഴും കൂടെ അതിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലാത്ത സംശയത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയിലല്ലേ നീ ഇന്ന് രാത്രി ജയമെടുക്കണം. ദൈവത്തെ കുറിച്ച് പ്രാർത്ഥിച്ചാലേ ഇവരാത്രി ദൈവത്തിന്റെ മക്കള് അതിന്മേൽ ജയം എടുക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. കഴിഞ്ഞ ദിവസം അപ്പൊ നമ്മൾ കേക്ക് നിന്നത് ശരിയാണെങ്കിലും പ്രാർത്ഥന കേട്ട ഒരു ദൈവം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് നമ്മളെ കേക്ക് ഉപയോഗിക്കാൻ വന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, ദൈവം നമ്മളോട് പറയുന്ന ആലോചന
വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പല വിഷയങ്ങളെ കുറിച്ചും പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടില്ലേ? രാത്രി ചെറിയ ദൂതിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കണം. പല സന്ദർഭങ്ങളിൽ പല വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ടാവും. ദൈവശബ്ദം കേട്ടിട്ടുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്വന്തം പറഞ്ഞു ഉറക്ക ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അങ്ങനെയൊക്കെ വേണം ദൈവത്തെ സ്തുതിക്കാൻ. അല്ലാതെ അല്ലേ വയ്യ എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. നന്നായി ദൈവത്തെ സ്തുതിക്കണം. ഉള്ള ആരോഗ്യമൊക്കെ ദൈവത്തിനുള്ളതല്ലയോ? ദൈവശബ്ദം പലപ്പോഴായി നാം കേട്ടിട്ടുണ്ട്. ആ ദൈവശബ്ദം കേട്ട ദൈവമക്കളോടാണ് ഇവരാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്. ആ പറഞ്ഞ ആലോചന നിവർത്തീകരിക്കാനുള്ളതാണ്. ആ കേട്ട ശബ്ദം ശരിയാണ്. ഒന്നല്ല രണ്ടല്ല 100% അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ ഹൃദയത്തിൽ സന്തോഷിച്ച് അല്പസമയം ആരാധിച്ച് വിടുതലെടുക്കണം. ആ അന്ധകാരത്തിന്റെ മൂടാഭൂതനെ ശാസിച്ചുകൊണ്ട് അന്ധകാരത്തിന്റെ മൂടാഭൂതനെ ശാസിച്ചുകൊണ്ട് ഉത്തരങ്ങളെ അകറ്റിക്കൊണ്ട് രാത്രികാലം അത്ഭുതം പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന രാത്രിയാണ് ഇവിടെ. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം യേശുവിന്റെ നാമത്തിൽ ഭക്ഷിക്കപ്പെടട്ടെ. ദൈവമക്കൾ ആത്മാർത്ഥമായി ഒരു വിടുതലുണ്ടാകട്ടെ. നിന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഇല്ലായ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, നിന്റെ ജോലിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ പ്രഭാഷണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ അവൻ അവസാനത്തിൽ നിന്ന് ആരംഭിക്കാൻ കഴിവുള്ളവരായ ദൈവം, ഇല്ലായ്മയിൽ നിന്ന് തകർത്തെ നോക്കുവാൻ കഴിവുള്ളവരായ ദൈവം, സർവശക്തനായ ആ ദൈവത്തിന്റെ ശബ്ദത്തെ അംഗീകരിക്കുക. അവിശ്വാസമുള്ള ദുഷ്ടാചാരം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവരും കടന്നു ദൈവത്തെ ആരാധിച്ചാണ്. എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതെന്റെ ദൈവത്തിന്റെ ശബ്ദമാണ്. ഞാനതിനെ തിരിച്ചറിയുന്നുണ്ട്. ഞാനതിനെ തിരിച്ചറിയുന്നുണ്ട്. അവനാണ് എന്നോട് സംസാരിക്കുന്നത്. അവൻ തന്നെയാണ് എന്നോട് നമസ്കരിക്കുന്നത്. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിക്കണം ദൈവമക്കളെ. ബാലാമ വിശ്വസിച്ചെങ്കിലും പുരോഹിതനായ സെക്രട്ടറിയാവ് വിശ്വസിച്ചില്ല. വിശ്വസിച്ചോ? കൂടി കണ്ട ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷിക്കാൻ ചെന്നതായ സെക്രട്ടറിയാവ് ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞ ആലോചനയെ മറുചോദ്യം കൊണ്ടാണ് നേരിട്ടത്. അത് എങ്ങനെ സംഭവിക്കാനാണ്, എങ്ങനെ അറിയും സംഭവിക്കുമെന്നുള്ളത്? നീ സംഭവിക്കുമെന്നുള്ളത് എങ്ങനെ അറിയുമെന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നു. അവന്റെ വാക്കുകൾ എത്ര ഉണ്ടെങ്കിലും അത് ഉവ്വ എന്നാണ്, ഇല്ല എന്നാണ്. ഉവ്വ ദൈവം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നീ വിശ്വസിക്കേണ്ട ദൈവത്തിന്റെ അറിവില് നിന്റെ കാര്യം ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിച്ച് സ്തോത്രം ചെയ്യണം. വിഷയത്തിന്റെ ഘനം നോക്കരുത്. വിഷയത്തിന്റെ നീളവും വീതിയും ഒന്നും നോക്കരുത്. എരിഹോമതിന് വലിയ ഘനമുള്ളതാണ്. രഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകാൻ തക്കവണ്ണമുള്ള വീതിയുള്ള മതിലാണ്. പക്ഷേ ദൈവമക്കൾ ഒന്നിച്ച് ആരാധിച്ചപ്പോൾ ആ മതിൽ ഇടിഞ്ഞ് വീടില്ലേ? വാളുകൊണ്ടാണോ യുദ്ധം ചെയ്തത്? ദില്ലി കൊണ്ടാണോ യുദ്ധം ചെയ്തത്? ഇത് രണ്ടുകൊണ്ടുമല്ല. നിന്റെ കയ്യിലെ കുറുക്കുവഴികളല്ല ഇതിനാധാരം. ദൈവത്തെ സ്തുതിച്ചത്, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ വലിയ വിടുതൽ സമയത്ത് നടക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവരാ വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയങ്ങളെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന്റെ സ്വാതന്ത്ര്യം അവരുടെ ശബ്ദരാഗമാതിരാഗം ആരാധന നിർത്തരുത് ദൈവമക്കളെ. ആ ആരാധനയോട് നമുക്ക് ഈ സഭയോഗം അവസാനിപ്പിക്കാം. പക്ഷെ തിരിച്ചറിയുമ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് പരിശുദ്ധാത്മ ഇപ്പൊ തന്ന ഒരു ആലോചന പറയുക, ഇപ്പൊ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞു പറയാം. ശലോമോന്റെ ജ്ഞാനം പരീക്ഷിക്കാനായി ദൈവം തമ്പുരാൻ ഒരു പ്രത്യേക കാര്യം അവരുടെ മുമ്പിൽ കൊണ്ടുപോകുന്നു. അത് 2 സ്ത്രീകളെ കുറിച്ചുള്ള കാര്യമാണ്. നമുക്കറിയാം, അതിന്റെ പശ്ചാത്തലമൊന്നും പറയണ്ട. 2 സ്ത്രീകൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ കുഞ്ഞ് മുകളിൽ കിടന്ന കാരണമായി മരിച്ചുപോയി. രാത്രി അവളെ എഴുന്നേറ്റ് ജീവനുള്ള കുഞ്ഞിന്റെ ആ അമ്മയുടെ അടുക്കുന്നത് ജീവനുള്ള കുഞ്ഞിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ട് കിടന്നേറ്റ് മരിച്ച കൊച്ചിനെ എടുത്ത് ആ അമ്മയുടെ അടുക്കലും കൊണ്ട് കിടന്നു. നിങ്ങൾ അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കുകൾക്കൊക്കെ വ്യത്യാസമൊക്കെയാണ്. നേരം പ്രഭാതമായപ്പോൾ അവൾ സൂക്ഷിച്ചു നോക്കിയാറെ, സൂക്ഷിച്ചു നോക്കിയപ്പോ മനസ്സിലായി ഇതെന്റെ കുഞ്ഞല്ല. ദൈവത്തിന് സ്തോത്രം. 10 ദിവസമേ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും തള്ളയ്ക്ക് പിള്ളയെ അറിയാമെന്ന് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? സ്തോത്രം. അവയെ കൊണ്ടുവന്ന് 2 പേരും പരാതിയായി ശലോമോന്റെ അടുക്ക കൊണ്ടുവന്നു. ശലോമോൻ, ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ ശരിക്കും ഒരു ജ്ഞാനമൊന്ന് പ്രയോഗിച്ചു. ഒരാൾ പറഞ്ഞു മരിച്ചത് എന്റെ കുഞ്ഞല്ല, അവളെ കുഞ്ഞ, എന്റെ കുഞ്ഞ. അവൾ ഒറ്റോട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യും, കൃത്യനെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാളിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ജീവനുള്ള കുഞ്ഞിനെ 2ആയി മുറിക്കുക, അത് 2 പേർക്ക് കൊടുക്കുക. സത്യത്തിൽ അതിനുവേണ്ടി ആയിരുന്നില്ല. ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ അത് കേട്ടപ്പോൾ ഞെട്ടിത്തെളിച്ചുകൊണ്ട് പറഞ്ഞു, യജമാനെ, ആ കുഞ്ഞിനെ എന്ത് ചെയ്ത് കൊല്ലരുത്, അത് അവളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്. നിങ്ങളോ അവളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്. അവളുടെ കയ്യിൽ നിന്ന് കരയുന്നത്, അവളുടെ കയ്യിൽ നിന്ന് ചിരിക്കുന്നത്, അവളടുത്ത് വളരുന്നതൊക്കെ എനിക്കും കാണാമല്ലോ. നിലവിളിച്ചോട് പറഞ്ഞതാ. അപ്പൊ മറ്റേ സ്ത്രീ പറഞ്ഞു കേട്ടോ, കൊല്ലട്ടെ, എനിക്കും വേണ്ട നിനക്കും വേണ്ട. അങ്ങനെ കുറെ ആളുകളോ. ദൈവത്തെ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ സ്തുതിച്ചോണം. ഈ ദിവസം ഞാൻ വെളിപ്പാടിൽ പറയുകയാണ്, ഈ ദിവസത്തെ ദൈവസഭയ്ക്കെതിരായി പല പോരാട്ടങ്ങളും ശത്രുവായവൻ വിവിധ നിലകളിൽ പുറത്ത് അഴിച്ചുവിടും. ജയം. എന്നാൽ മുതൽ മുടക്കിയവർക്കറിയാം, പോയി പ്രവർത്തിച്ചവർക്കറിയാം, വൈദികങ്ങൾ നടന്നവർക്കറിയാം, ക്യാമ്പ് സന്ദർശിച്ചവർക്കറിയാം, പ്രതികൂലങ്ങൾ സഹിച്ചവർക്കറിയാം, 10 വർഷം കൊണ്ട് ചുമലുകൾ ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് കഴിഞ്ഞ നാളുകളിൽ ഇവിടെ സംഭവിച്ചതെന്ന്. പോകുന്നവർ പോകട്ടെ എന്ന് പറയാനല്ല ദൈവത്തിന്റെ ഭയരെ. ഈ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചോ. ദൈവം ആഗ്രഹിക്കുന്നത് സഭ അനുഗ്രഹിക്കപ്പെടുന്നവർ വിടുവൻ. ഈ ദിവസങ്ങളിൽ സഭയ്ക്കുള്ളവർ നടക്കണം. ദൈവത്തെ ആരാധിച്ച് തലയോട് നോക്ക്, ഈ കുടുംബത്തിന്റെ തലയോട് നോക്ക്. അത് നിന്റേതാണ്, അത് നിന്റേതാണ്, അത് നിന്റേതാണ്. അവനെ കൊല്ലാനുള്ള വല്ല സഭയെ നശിപ്പിച്ചു കളയുവാൻ കർത്താവായി പോരാടുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളാണ് ഈ ദിവസങ്ങളിൽ ദേവതയ്ക്ക് ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ മക്കൾ കൈകൾക്ക് വിടുതലില്ല, അൽബാബിൽ ആരാധിക്കുവാനോ ഈ കാര്യങ്ങളിലേക്ക് നടക്കുവാൻ സ്വന്തത്തെ തിരിച്ചറിഞ്ഞു. പക്ഷെങ്കിൽ സെക്രട്ടറിയാവ് തിരിച്ചറിയാൻ പറ്റില്ല, അവൻ തിരിച്ചറിഞ്ഞില്ല. സെക്രട്ടറിയാൻ പുരോഹിതൻ പറഞ്ഞു, എന്താ അതിന് ഞാൻ എങ്ങനെ അറിയും? അറിയിക്കാതിരിക്കത്തില്ല, പക്ഷെ അറിയുന്നത് വരെ ഞാനായിരിക്കും മൗനമായി നിൽക്കേണ്ടി വരും. പലരും ആലയത്തിന് മുമ്പ് പാത്രം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അല്ലെങ്കിൽ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവശബ്ദത്തെ അവിശ്വസിച്ച ജീവിതമാണ് നീ. യേശുവിന്റെ രക്തം മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം കേട്ടോ.
ദൈവശബ്ദത്തെ അതേ അവിശ്വസിക്കരുത്. അമ്മ യേശുവിനെ തിരിച്ചറിയുക. 2, യേശുവിന്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. 3ാമത് ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തെ തിരിച്ചറിയുക. 4ാമത് ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ അവരെ മനസ്സിലായി ആരുടെയാണെന്ന് ഇന്ന് ദൈവത്തിന്റെ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ചില വിഷയങ്ങൾ ആത്മാവിന് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ചിലപ്പോഴൊക്കെ ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. അതിനായി ഞാൻ ചിലപ്പോൾ ഞാൻ ഇറങ്ങി വരികയും ചെയ്യുന്നു. ഞാൻ തലേ കൈവരി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാത്രികാലം ദൈവത്തിന്റെ മക്കളെ ദൈവം നമ്മുടെ മധ്യമുണ്ട്. ദൈവം ഇവിടെയുണ്ട്. നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ദൈവം നൽകിയതായിരിക്കുന്ന വാർത്തത്വമാണ് ദൈവശബ്ദം. 25 കൊല്ലത്തെ പഴക്കമുള്ളതായിരിക്കാം, 15 കൊല്ലത്തെ പഴക്കമുള്ളതായിരിക്കാം, 3 മാസത്തെ പഴക്കമുള്ളതായിരിക്കാം. നീ പേടിക്കേണ്ട. വചനം ആലോചന ദൈവമാണെങ്കിൽ അവൻ തക്ക സമയത്ത് നിവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വചനത്തെ വിശ്വസിക്കാതെ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി വിളിച്ചു പറയുന്നു. എതിരികൾ വളരെ ഉണ്ടെങ്കിലും കൈയോട് കൈകാർത്ത് വിളിച്ച് ദൈവത്തിന്റെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നൽകിയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ടിട്ട് വിവരങ്ങൾ വലിയ മുഴുവൻ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവമായിരിക്കും. ചില അത്ഭുതത്തിന്റെ സൂക്ഷകൾ ദൈവം ഇതിനകത്ത് നടത്തുന്നു. ചില ജീവിതങ്ങളെ ദൈവമായി തൊട്ട്